ഉറസാവ നവോക്കിയുടെയും ടെസുക ഒസാമുയുടെയും അവാർഡ് വിന്നിംഗ് മാങ്കയായ പ്ലൂട്ടോ. ടെസുക ആരാണെന്ന് അറിയില്ലെങ്കിൽ അദ്ദേഹമാണ് ലെജൻഡറി മാങ്കയായ ആസ്ട്രോ ബോയ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ നവോക്കി ഉറസാവ, ഈ പേര് സുപരിചിതമല്ലാത്തവർക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ പേര് പറഞ്ഞാൽ അറിയാമായിരിക്കും. ബില്ലി ദ ബാറ്റ്, മോൺസ്റ്റർ, 20th സെഞ്ച്വറി ബോയ്സ്, മാസ്റ്റർ കീറ്റൺ എന്നിവ. 4-5 മാസങ്ങൾക്ക് മുന്നെയാണ് നെറ്റ്ഫ്ലിക്സിൽ പ്ലൂട്ടോ എന്ന് പറഞ്ഞ ആനിമെ റിലീസായത്. ഏകദേശം 1 മണിക്കൂർ ഡ്യൂറേഷൻ വരുന്ന 8 എപ്പിസോഡുകളാണ് ഈ ഒരു ആനിമയിൽ ഉണ്ടായിരുന്നത്. ആനിമെ ഇറങ്ങുന്നതിന് 1 വീക്ക് മുന്നേ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. സ്റ്റിൽ ഈ ആനിമയ്ക്ക് കിട്ടേണ്ട യാതൊരു റെക്കഗ്നൈസേഷനും അതിന് കിട്ടിയിട്ടില്ല. നമ്മൾ മോൺസ്റ്റർ, അറ്റാക്ക് ഓൺ ടൈറ്റൻ, വൺ പീസ് പോലുള്ള ആനിമേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ആനിമയും ആ ഒരു ലെവലിൽ തന്നെ വരുന്നതാണ്. ഇപ്പോൾ എന്ന ആനിമയിലേക്ക് വരുമ്പോൾ നമ്മളെ ജസ്റ്റ് അവിടെ പിടിച്ചിരുത്തി എൻ്റർടൈൻ ചെയ്യുക മാത്രമല്ല, മറിച്ച് കുറേ ഇൻസൈറ്റുകൾ തരുന്ന ഫ്യൂച്ചർ വേൾഡ് ഒരു ബെറ്റർ പ്ലേസ് ഒന്നുമല്ല, എന്നാലും ആ ഒരു വേൾഡും എവിടേക്കോ എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഒരു ഐഡിയ നമുക്ക് തരുന്നു. Nothing good ever comes of hatred, just more of it. We need to end this cycle of hate. പ്ലൂട്ടോ അഥവാ ദ ലോർഡ് ഓഫ് ദ അണ്ടർവേൾഡ്. നമ്മുടെ സ്റ്റോറി നടക്കുന്നിടത്ത് ഹ്യൂമൻസ് ആൻഡ് റോബോട്ട് കോ എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലേസ് ആണ്. അവിടെ ലോ എന്ന് പറയുന്നത് റോബോട്ട്സിനും ഹ്യൂമൻസിനും ഒരുപോലെയാണ്. ഒരു ഫ്യൂച്ചർ വേൾഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ AI എന്ന് പറയുന്നത് ടോപ്പ് അഡ്വാൻസ്ഡ് ആണ്. Let me guess. What went through the mind of a certain robot when it murdered a human 8 years ago, right? അങ്ങനെ അവിടെ ഒരു സംഭവം നടക്കുന്നു. ആ വേൾഡിലെ മോസ്റ്റ് പവർഫുൾ ആയ 7 റോബോട്ട്സ് അവരെ ഒരു കില്ലർ ടാർഗറ്റ് ചെയ്യുന്നു. ഈ കില്ലർ ആരാണ്, എന്താണെന്നും ആർക്കും അറിയില്ല. ഈ സംഭവം ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്നു. പ്ലൂട്ടോ ആനിമെ എവിടെയാണ് വിജയിച്ചതെന്നാൽ ഇതിലെ ക്യാരക്ടേഴ്സിനെ വെച്ച് തന്നെയാണ്. മനുഷ്യരല്ല, ജീവികളല്ല, റോബോട്ട്സിനെ വെച്ച്. A weapon like you will never play the piano, and that's final. I do not want to belong on the battlefield. ഇതിലെ റോബോട്ട്സ് വരെയായിട്ട് നമ്മളെ ഇമോഷണലി വളരെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. നോർത്ത് നമ്പർ 2, വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടർ. നമ്പർ 2 വരുന്ന സീനൊക്കെ എത്ര ഇൻക്രെഡിബിൾ ആയിട്ടാണ് ആ പോർഷനൊക്കെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. സോ ഈ റോബോട്ട്സിനെ കൊല്ലുന്ന ആ കില്ലറെ പിടിക്കാൻ കെഷറ്റ് എന്ന് പറഞ്ഞ ഡിറ്റക്റ്റീവ് ഇറങ്ങിത്തിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് ലോട്ട് ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺ ആണ് ആനിമയിലുള്ളത്. ആക്ഷൻ ഈസ് ടോപ്പ് നോച്ച് ആൻഡ് ഓൾസോ ഡയലോഗ്. ഓവർ ഒരു ഗ്രേറ്റ് ഷോ എന്ന് പറഞ്ഞ പോലെ അത്ര ഗ്രേറ്റ് ആണ്. ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഗ്രേറ്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറേ സീനുകളുണ്ട്. അതുപോലെ ഇതിൽ നമുക്ക് എന്താ പറയുക, ആനിമേഷനും ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങും എല്ലാം കൊണ്ടും വളരെ ഗംഭീരമായിട്ട് നമ്മൾ ഒട്ടും ലാഗ് അടുപ്പിക്കാതെ ഈ ഒരു 1 hour ഡ്യൂറേഷൻ വരുന്ന ഓരോ എപ്പിസോഡും അത്ര എൻഗേജിങ് ആയിട്ട് ഒരു ക്രൈം അന്വേഷിക്കുന്നു, ആ ഒരു ആളെ കണ്ടുപിടിക്കാൻ പോകുന്നു. പിന്നീട് അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതായത് ആസ്ട്രോ ബോയ്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ്, ഹെർക്കുലീസ്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം എങ്ങനെയൊക്കെ ബന്ധിപ്പിച്ച് ഒരു വളരെ ഇൻക്രെഡിബിൾ ആയിട്ടാണ് ഈ സ്റ്റോറി പറയുന്നത്. സോ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ആനിമെ മിസ് ചെയ്യരുത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. I can't help but be curious about what's happening in the world above.